സെപ്റ്റംബർ 5 കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസ. 1910 ഓഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ചു. 27-ാം തീയതിയാണ് മാമോദീസ നൽകിയത്. സിസ്റ്ററിനോട് എന്നാണ് ജന്മദിനമെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ മാമോദീസ സ്വീകരിച്ച ഓഗസ്റ്റ് 27-ാം തീയതിയാണ് ജനിച്ചത്. അപ്പനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ആ കുഞ്ഞു കുടുംബത്തിലെ ഏറ്റവും ഇളയ മകളാണ് ആഗ്നസ്. അവൾക്ക് 8 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. അമ്മയാണ് 3 മക്കളെ വളർത്തിയത്. മിഷണറിമാരുടെ കഥകൾ ബാല്യം മുതലേ വായിച്ച ആഗ്നസ് 18-ാം വയസ്സിൽ മിഷണറി ആകുവാനുള്ള ആഗ്രഹത്താൽ ലൊറേത്തോ സന്യാസിനി സഭയിൽ ചേർന്നു. 1929 നൊവീഷ്യറ്റ് പരിശീലനത്തിനായി ഇന്ത്യയിലേക്കെത്തി. 1931 മെയ് 24 പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. അന്ന് മിഷൻ മധ്യസ്ഥയായ ലിസ്യുവിലെ വിശുദ്ധ കൊച്ചുതെരേസയെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട് ആഗ്നസ് എന്ന സ്വന്തം പേര് മാറ്റി തെരേസ എന്ന നാമം സ്വീകരിച്ചു. 1937 മെയ് 24 നിത്യവ്രത വാഗ്ദാനം നടത്തി. 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ കെടുതികളും പാവങ്ങളുടെ രോദനവും സിസ്റ്റർ തെരേസയ്ക്ക് തൻ്റെ ദൈവവിളിയുടെ ഉൾക്കാഴ്ച നൽകി. 1950 ഒക്ടോബർ 7 ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹം സ്ത്രീകളുടെ സേവനത്തിനു വേണ്ടിയും 1963 ഉപവിയുടെ സഹോദരന്മാർ എന്ന സന്യാസ സമൂഹം പുരുഷന്മാരുടെ സേവനത്തിനു വേണ്ടിയും രൂപം നൽകി. പിന്നീട് ഈ 2 സന്യാസ സമൂഹങ്ങൾക്ക് പുറമെ നാനാജാതി മതസ്ഥർ ചേർന്നുള്ള സേവാ സംഘത്തിനും തുടക്കം കുറിച്ചു. താൻ ശുശ്രൂഷിക്കുന്ന എളിയവരോടുള്ള സ്നേഹത്തെ പ്രതി അവരിൽ ഒരാളായി ജീവിക്കുവാൻ ഏറ്റവും വില കുറഞ്ഞ വെളുത്ത കോട്ടൺ സാരിയിൽ നീല ബോർഡർ പിടിപ്പിച്ച് അത് തൻ്റെ ഔദ്യോഗിക വസ്ത്രമായി ധരിച്ചുകൊണ്ടാണ് സിസ്റ്റർ കൊൽക്കത്തയുടെ തെരുവുകളിൽ ശുശ്രൂഷ നടത്തിയത്. ഭാഷ അറിഞ്ഞുകൂടാ, പക്ഷേ തൻ്റെ പുഞ്ചിരി കൊണ്ട് അവരുടെ ഹൃദയം സിസ്റ്റർ തന്നോട് ചേർത്ത് വെച്ചു. അവർ തിരികെ നൽകുന്ന പുഞ്ചിരി അവരുടെ സംസാര ഭാഷയായി മാറി. 1965 MC സഭയ്ക്ക് പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. തുടർന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയ ശൈലിയാണ് മദർ തെരേസ അനുഷ്ഠിച്ചത്. തൻ്റെ പ്രവർത്തനത്തിനുള്ള ഊർജം നേടിയത് പരിശുദ്ധ കുർബാനയിൽ നിന്നും ദൈവമാതൃഭക്തിയിൽ നിന്നുമാണ്. അപരനിൽ ദൈവത്തെ കാണുവാൻ മറ്റുള്ളവരെയും പഠിപ്പിച്ചു. 1962 ഭാരതം പത്മശ്രീ നൽകി മദർ തെരേസയെ ആദരിച്ചു. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം മദർ തെരേസയെ തേടിയെത്തി. 1989 ഭാരതരത്ന നൽകിക്കൊണ്ട് രാജ്യം വീണ്ടും മദർ തെരേസയെയും ആ സന്യാസ സമൂഹത്തെയും ആദരിച്ചു. കൊൽക്കത്തയിലെ തെരുവിൽ നിന്നും അനാഥരെയും കുഷ്ഠരോഗികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് അമ്മയായി മാറുമ്പോൾ ആ അമ്മ ഒരുപക്ഷെ അറിഞ്ഞിരുന്നില്ല താൻ ലോകത്തിൻ്റെ തന്നെ ഹൃദയത്തെ കീഴടക്കിയാണെന്ന്. തൻ്റെ സ്നേഹത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വഴി യേശുവിൻ്റെ സുവിശേഷ ജീവിതത്തിന് ജീവിക്കുന്ന മാതൃകയായി തീർന്ന തെരേസാമ്മയെ കൊൽക്കത്തക്കാർ വിളിച്ചത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധ എന്നാണ്. ആ വിശുദ്ധ 1997 സെപ്റ്റംബർ 5 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മദർ തെരേസയുടെ നാമകരണ നടപടികളെല്ലാം വളരെ വേഗത്തിലാണ് പൂർത്തിയായത്. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളികേട്ട തെരേസയെ 2003 ഒക്ടോബർ 10 ജോൺ പോൾ II വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധ എന്ന് നാമകരണം ചെയ്തു. വചനം കൊളോസോസ് 4-2-3 വാക്യങ്ങൾ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കുവാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. വിചിന്തനം: ഒരു നല്ല ചെടി വളർന്നു വരുവാൻ വേണ്ടിയിട്ട് അതിന് ആവശ്യമായ പോഷണം ലഭിക്കുന്നത് നല്ല മണ്ണിൽ നിന്നും തുല്യമായ പ്രകാശവും വളവും ജലവും തക്ക സമയത്ത് ലഭിക്കുമ്പോഴുമാണ്. കൊൽക്കത്തയുടെ തെരുവുകളിൽ മനുഷ്യന് നായയുടെ പോലും വിലയില്ലാത്ത അവസ്ഥയിൽ കിടന്ന് രോദനമനുഭവിക്കുന്നത് ആ തെരേസയ്ക്ക് കണ്ടു നിൽക്കുവാൻ സാധിച്ചില്ല. അവൾ തൻ്റെ
ദൈവവിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമൂഹത്തിനൊപ്പം അവരിലൊരാളെ ജീവിച്ച് അവരെ ശുശ്രൂഷിച്ചു. ഇതാണ് ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധ തെരേസ നമുക്ക് നൽകുന്ന ക്രിസ്തു അനുഭവത്തിൻ്റെ നേർസാക്ഷ്യം. വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ സാമ്പത്തികമായി സഹായിക്കുവാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. എങ്കിലും ക്രിസ്തു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഞ്ചിരി പ്രകാശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും.